ഇന്നത്തെ ബിഗ് ബോസിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങള് എന്താണ് 26 മത്സരാർത്ഥികളാണ് ഇന്ന് മത്സരിച്ചത്. അപ്പൊ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് ഓരോ തീം കൊടുക്കുകയായിരുന്നു. ജഡ്ജസ് ഓരോരുത്തർക്കും ഓരോ തീം കൊടുക്കുകയായിരുന്നു. ആ തീമുമായിട്ടുള്ള റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ഓരോരുത്തരുടെ അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അവര് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അതായിരുന്നു ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് തങ്ങളുടെ, അതായത് ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സൗന്ദര്യമായിരുന്നു. അപ്പൊ സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായ എന്താണ് കുട്ടിക്ക് ആ കുട്ടിക്ക് ഉണ്ടായ അനുഭവങ്ങൾ നിരത്തിക്കൊണ്ടാണ് ആ കുട്ടി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുകയാണ്. അതുപോലെ മറ്റൊരാൾക്ക് കിട്ടിയിരിക്കുന്ന മത്സരാർത്ഥിക്ക് കിട്ടിയിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത്, വിഷയം എന്ന് പറയുന്നത് കുടുംബം എന്നാണ്. ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ തനിക്ക് തന്റേതായ കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള പെർഫോം ആയിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ വിഷയമായിരുന്നു ടാസ്കിലൂടെ കടന്നുപോയ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു കുപ്പികൾ നിരത്തിക്കൊണ്ടുള്ള ടാസ്ക് ആയിരുന്നു രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ടാസ്കും എന്താണ്, രണ്ട് ടീമായിട്ടാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം ഈ രണ്ട് ടീമും തങ്ങളുടെ ടീമിനെ വിജയിക്കാൻ, അതായത് തങ്ങൾക്ക് വിജയം കണ്ടെത്തുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ വളരെ നല്ല രീതിയിൽ എല്ലാവരും കളിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെങ്കിൽ അപാകതകൾ അല്ലെങ്കിൽ ജഡ്ജസിന് സെലക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൂടിയുള്ള കാര്യങ്ങൾ അവർക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ 2-3 പേര് തന്നെ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതായത് അവർക്ക് കുറെ കൂടെ മെച്ചപ്പെടുവാനുണ്ട്. അവരുടെ ആ ഗെയിമിന്റെ കാര്യങ്ങളാണെങ്കിലും അവരുടെ ആ എന്താണ് അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിലുള്ള ഓരോ കളികൾ, അങ്ങനെ 2 ഗെയിം നടത്തിയതിന് ശേഷമാണ് ഇവര് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുപോലെ മൂന്നാമതാണ് ഈ ഔട്ട് ഹൗസിലേക്ക് പോയ ആൾക്കാരെ തിരിച്ചു വിളിച്ച് എല്ലാവരെയും നിരത്തി നിർത്തി ഈ ജഡ്ജസ് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് ഈ ബിഗ് ബോസിൽ തുടരാനായിട്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ജഡ്ജസ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഓരോരുത്തരും ആൻസർ പറയുമ്പോൾ അതിൽ നിന്നാണ് ഈ ജഡ്ജസിന് തീരുമാനമെടുക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ അവരത് ഈ ജഡ്ജസ് കൺവിൻസ് ആകണം തെരഞ്ഞെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഔട്ടായി പോകും. അതേ രീതിയിലുള്ള ഒരു ഗെയിമാണ് ഇന്ന് നടന്നത്. വളരെ ജിജ്ഞാസാപരമായിട്ട് കൗതുകപരമായിട്ട് നമ്മൾ നോക്കി നിന്ന് പോകുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ മുൾമുനയിൽ നിർത്തുകയാണ്. ഈ ആരെ തെരഞ്ഞെടുക്കും അല്ലെങ്കിൽ ആരൗട്ടാകും എന്നുള്ള ഒരു വളരെ എന്താണ് നമ്മൾ ആ സമയം തന്നെ നമ്മൾ തന്നെ ഒരു വളരെ ഭയാനകമായിട്ട് നോക്കിയിരിക്കുന്ന നിമിഷങ്ങൾ കൂടി കടന്നു പോകുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു ഇന്ന് നടന്നത്. കുറച്ച് മത്സരാർത്ഥികളെ എന്താണ് സെലക്ട് ചെയ്യാൻ സാധിച്ചു. കാരണം എന്ന് വെച്ചാൽ 3 ജഡ്ജസും എന്താണ് കൺവിൻസ് ആയി എന്നുള്ളതാണ്. അതുപോലെ 2 ജഡ്ജസ് കൺവിൻസ് ആയിട്ട് ഒരാൾക്ക് കൺവിൻസ് ആകാതെ പുറത്തു പോയ മത്സരാർത്ഥികളും ഉണ്ട്. അങ്ങനെ പല രീതിയിൽ കൂടി ആണ് മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തത്. ഇതിൽ എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയത് ഒരു നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ആ ഒരു മത്സരാർത്ഥിക്ക് കിട്ടിയ തീം അനുസരിച്ച് സംസാരിക്കുകയാണ്. ആ സംസാരത്തിൽ എനിക്കൊരു അപാകത തോന്നി. എന്താ വെച്ചാൽ ആ നേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ആരോഗ്യ വകുപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലെ അമ്മയ്ക്ക് ഒരു പനി വന്നതിനെ കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ടാണ് തന്റെ എക്സ്പീരിയൻസ് നിരത്തിയിരിക്കുന്നത്. അതിലെനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രോഗികളെയാണെങ്കിലും പൊതുജനങ്ങളെയാണെങ്കിലും എത്രമാത്രം സ്വാധീനിക്കുന്ന ഒരു തൊഴിൽ തന്നെയാണ് അവരുടേത്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നേരത്താമായിരുന്നു എന്നുള്ള ഒരു പേഴ്സണലി എനിക്കൊരു കാര്യം തോന്നി. ആ കുട്ടി ഔട്ട് ആകുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. പക്ഷെ അത് വളരെ കുറച്ചൊരു ശ്രദ്ധക്കുറവിന്റെ അല്ലെങ്കിൽ ആ സംസാരത്തിന്റെ അല്ലെങ്കിൽ കുറെ കൂടെ പോയിന്റ്സുകൾ നിരത്താനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊതുവായിട്ടൊരു കാര്യം തോന്നുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ ബിഗ് ബോസ് പരിപാടിയിലേക്കുള്ള സെലക്ഷൻ റൗണ്ട് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരാർത്ഥിക്കും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ മുമ്പോട്ട് പോകാനുള്ള ഒരു കാര്യങ്ങളാണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫൈനൽ ഒരു ഡിസിഷൻ അല്ല. ഒരു മുൻപോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്കുള്ള ഒരു പ്രവേശന കവാടത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പരീക്ഷ മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഡൗൺ ആകാതിരിക്കാം, മത്സരാർത്ഥിക്ക് വളരെ പ്രചോദനമായിട്ട് തന്നെ മുമ്പോട്ട് പോകുവാനുള്ള ടാസ്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഔട്ട് ഹൗസിലേക്ക് ഒക്കെ വിടുക എന്ന് പറയുന്നത് ഔട്ട് ആകുകയല്ല, മറിച്ച് അവർക്ക് തിരിച്ചു വരുവാനുള്ള
പല വേദികളും ഒരു വേദി തന്നെ മുമ്പിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് എന്താണ് ഈ ജഡ്ജസിൽ നിന്നും അല്ലെങ്കിൽ മത്സരാർത്ഥികളിൽ നിന്നും അല്ലെങ്കിൽ ആ വേദിയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. ഇനി മുൻപോട്ടാണെങ്കിലും ഇവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ, അതായത് ഇപ്പോഴും ഏത് രീതിയിൽ ഡൗൺ ആയോ അതിൽ അവർക്ക് മികവ് തെളിയിക്കുവാനുള്ള ഒരു അവസരം അവരുടെ മുമ്പിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ബിഗ് ബോസിലേക്കുള്ള ഈ പ്രവേശനത്തിനായിട്ടുള്ള ഈ അഗ്നി പരീക്ഷ എന്നുള്ള ഈ എന്താണ് ടാസ്കിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു വേദിയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ലഭ്യമാകുന്നത്. ഓക്കെ, താങ്ക് യു.